ആളുകൾ നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങളുടെ ടീമിലുള്ളവർ ഒരുപക്ഷെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പേടിക്കേണ്ട, അവരോട് പറയുക. നമ്മൾ ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. 1, 2, 3 ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മൾ സൂം ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരോടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മതി. കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷിബു ഇബ്രഹാം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സൂമിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കുക. എല്ലാവരും നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കുക. സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാന്യമായ ഒരു വസ്ത്രധാരണ രീതി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് റെക്കോർഡാണ്, ലോകം മുഴുവൻ ഇത് കാണുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ ഒരു ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ പോയിരിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ നിന്നത്. വില കൂടിയ വസ്ത്രങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് മാന്യമായ ഒരു വസ്ത്രധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്, മോശമായ രീതിയിൽ ഇരിക്കാതിരിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, പക്ഷേ അത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കഴിക്കാതിരിക്കുക. എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ കൂടി വിശപ്പ് നമ്മൾ സഹിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെച്ച് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ആക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇടാൻ പറ്റുന്നതിനാണ് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറിയിരിക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മ്യൂട്ട് ചെയ്ത്, നമ്മൾ മ്യൂട്ടാണ് കൊടുത്തേക്കുന്നത്, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇത്രയും പേരുണ്ട്, അവർ ഓരോരുത്തരും പല സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് വരിക. ഓക്കെ, ഫൈൻ. ഇന്ന് നമ്മൾ മുൻപോട്ട് പോകുന്നത് കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആദ്യമേ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് ഈ അടുത്ത കുറച്ച് സമയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രതാപൻ സാറിൻ്റെ ബിലോട് MD പ്രതാപൻ സാറിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ എല്ലാം വന്നിട്ടുണ്ട്. എങ്കിലും ആ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 17-ാം തീയതിയാണ് ED റിമാൻഡിൽ ചോദിച്ചിരിക്കുന്നത്, 17-ാം തീയതി. അപ്പോൾ അതിനുശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 18-ാം തീയതി ആയിരിക്കും നമ്മളെടുത്ത ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത്രയും 18-ാം തീയതി വരെ റിമാൻഡിലായിരിക്കും ഉള്ളതെന്ന് ആദ്യമേ ഇതിനെ അറിയിക്കട്ടെ. ഒപ്പം ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ബഡ്സിൻ്റെ കോടതിയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗത്തോടെ തന്നെ പോകും. ഇതും അതുമായിട്ട് ബന്ധമില്ല, ഇതിനെ ബാധിക്കില്ല. പലർക്കും ആശങ്കയുണ്ട് അത് നടക്കുമോ എന്നുള്ളത്. തീർച്ചയായും ആ സമയത്തിന് തന്നെ ആ കാര്യങ്ങളെല്ലാം കൃത്യസമയങ്ങളിലൂടെ നടക്കുന്നുണ്ട്. വീണ്ടും ഒരു കാര്യമുള്ളത്, കമ്പനി നേരിട്ട് കേസും കാര്യങ്ങളെല്ലാം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡയറക്റ്റായിട്ട് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ ആയിരുന്നു കുറച്ച് നാൾ മുൻപ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലീഡേഴ്സും ഉണ്ട്. ലീഡേഴ്സ് എല്ലാവരും കമ്പനിയോട് ചേർന്നുണ്ട്. കമ്പനിയാണ് നടത്തുന്നത്. ശ്രീനയുടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെയുണ്ട്. അഡ്വക്കേറ്റിനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ആരെങ്കിലും തെറ്റിദ്ധാരണപ്പെടുത്തുന്നത് അങ്ങനെയല്ല, മറിച്ച് കമ്പനിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുമിച്ച് ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമ്മളിന്ന് പോകുന്നത് 2-3 സെഷനിലായിട്ടാണ്. അതിൽ ആദ്യമേ നമ്മൾ വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയിൽ വന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇവര് കള്ളപ്പണമാക്കി, ക്രിപ്റ്റോയിലൂടെ കള്ളപ്പണമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ആളുകൾക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ പെട്ടെന്ന് ശരിയാ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരിയായിരിക്കും എന്ന് പറഞ്ഞു. പത്രക്കാരെ മിനിറ്റിന് മാറ്റി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പം എന്താണ് ഹൈറിച്ചിന്റെ ക്രിപ്റ്റോ എന്നും, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും, എന്താണ് ഹൈറിച്ചിന്റെ ക്രിപ്റ്റോയ HRCC എന്നും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളോടൊന്ന് ബ്രീഫ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്, മിസ്റ്റർ മാത്യു. അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കും എന്താണ് ക്രിപ്റ്റോ എന്നും, അല്ലെങ്കിൽ എന്താണ് ഹൈറിച്ചിന്റെ ക്രിപ്റ്റോ എന്നും. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. മാത്യു സാറിനെ ഒത്തിരി സ്നേഹത്തോടെ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്യു സാറെ, പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓഡിബിൾ ആണല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, കേൾക്കാം. ഓക്കെ സർ. അപ്പം ഞാൻ അധികം സമയം എടുക്കാതെ സാറ് എന്നെ ഏൽപ്പിച്ച ജോലിയിലേക്ക് ഞാൻ നീങ്ങുന്നു. എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മാത്യു ജോൺ. ഞാൻ കായംകുളം നിവാസിയാണ്. 2020 മുതൽ ഹൈറിച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ഒട്ടുമിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളിലും ഞാനും ഇൻവോൾവ് ആയിരുന്നു. കൂടാതെ ക്രിപ്റ്റോയിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. കാരണം ഞാൻ ഏതാണ്ട് ഒരു 2012 മുതൽ
ക്രിപ്റ്റോയെ കുറിച്ച് പഠിച്ചു തുടങ്ങിയായിരുന്നു. പഠിച്ചു തുടങ്ങാൻ കാരണം നമ്മുടെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയ ബിറ്റ്കോയിൻ, എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി. അത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി അതിന്റെ വാല്യൂ കൂടിക്കൂടി പോയപ്പോൾ ചൈനയില് ഈ ക്രിപ്റ്റോ കറൻസി ഹാക്കായി. അങ്ങനെ ഹാക്കായ സമയത്ത് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ് ഇതെന്തോ ഒരു സംഭവം, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഹാക്കായെന്ന് പറഞ്ഞ് ഞാൻ അന്ന് കേൾക്കുകയും ഞാൻ അന്ന് പോലെ തന്നെ പുറകിന് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിച്ച് പോയി. അങ്ങനെ ക്രിപ്റ്റോയെ ചെറിയ തോതിലൊക്കെ പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ അതുകൊണ്ട് നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ HRC കോയിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഇവര് പറയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു ഫേക്ക് ആണെന്ന് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വളരെ ആഗ്രഹിച്ചു. ഞാനത് ശിവസാറിനോട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൂടാ, നമുക്ക് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൂടാ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന അതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുവാണ്. ചില കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചു തരാമെന്ന് ഉദ്ദേശിക്കുന്നു. സ്ക്രീൻ കാണാമല്ലോ? യെസ് കാണാം സാറേ, കാണാം. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. ഇതിന്റെ പേര് യൂനോ കോയിൻ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് INR വെച്ച് ക്രിപ്റ്റോ വാങ്ങാൻ സാധിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കമ്പനിയാണ് യൂനോ കോയിൻ എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ച്. ഞാനിവിടെ 2013-14 വർഷങ്ങളിൽ ഞാൻ ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ആദ്യ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു, ക്രിപ്റ്റോയെ കുറിച്ച് പഠിച്ചു. പിന്നത്തെ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എവിടുന്ന് ഇതിനെ നമുക്കൊരു ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. അന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഗൂഗിളിൽ കൂടെ മാത്രം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇവരെ കോൾ ചെയ്ത് സംസാരിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഈ യൂനോ കോയിനിൽ നിന്ന് 25,000 രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുണ്ട്. അന്ന് സ്ക്രീനിൽ വരയ്ക്കല്ലേ ആരും. അന്ന് 25,000 രൂപയ്ക്ക് ഞാൻ ക്രിപ്റ്റോ കറൻസി യൂനോ കോയിനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 29/7/2017 ഞാൻ ഇതിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. അത് എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വർഷങ്ങളിൽ ഇന്ത്യയിൽ INR-ൽ